നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. രമേശ് പിഷാരടി, ശോഭാ സുരേന്ദ്രൻ പോരിൽ ആര് ജയിക്കും? പാലക്കാട് ഇത്തവണ തീ പാറും. രാഹുൽ മങ്കൂട്ടത്തിലിനെ മാറ്റിയാൽ കോൺഗ്രസ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നു. നടൻ രമേശ് പിഷാരടിയുടെ പേര് കോൺഗ്രസ് പരിഗണിക്കുന്നു. പിഷാരടിയുടെ അടുപ്പമുള്ളവരും ഇക്കാര്യം സമ്മതിച്ചു. മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം രമേശ് പിഷാരടിയുമായി സംസാരിച്ചു എന്നാണ് വാർത്തകൾ. കോൺഗ്രസ് ഔദ്യോഗികമായി ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത ആഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ വേളയിൽ തന്നെ കോൺഗ്രസ് പട്ടിക പുറത്തുവിടും. ഇതിനുള്ള അന്തിമ ചർച്ചകളാണ് നടക്കുന്നത്. നേരത്തെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടി പിഷാരടി ഇറങ്ങുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. എങ്കിലും പാലക്കാടാണത്രേ സാധ്യത. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ, അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന കണ്ണൻ ഗോപിനാഥൻ, യൂത്ത് കോൺഗ്രസിലെ KS ജയഘോഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പാലക്കാട് ചർച്ചയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യുന്നത് രമേശ് പിഷാരടിയുടെ പേരാണ് എന്നാണ് വിവരം. പിഷാരടി മത്സരിക്കാൻ തടസ്സം ഉന്നയിക്കാത്തതിനാൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഏറെയാണ്. BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ഇവിടെ BJPക്ക് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് വിവരം. BJPയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന വേളയിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനാണ് BJPയും ആലോചിക്കുന്നത്. ഇതിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ശോഭയ്ക്ക് മാത്രം കുറച്ച് വോട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ പാലക്കാട് വിജയിക്കാൻ പറ്റുമെന്നാണ് BJP RSS നേതൃത്വത്തിന്റെ വിശ്വാസം. നേരത്തെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച വേളയിൽ BJPക്ക് വലിയ തോതിൽ വോട്ട് വർദ്ധിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രന് മാത്രമായി പാലക്കാട് കുറച്ച് വോട്ടുണ്ട് എന്ന് അവരെ അനുകൂലിക്കുന്ന BJP നേതാക്കൾ പറയുന്നു. വർഷങ്ങളായി കോൺഗ്രസ് ജയിച്ചു വരുന്ന മണ്ഡലമാണ് പാലക്കാട്. ഷാഫി പറമ്പിൽ പലതവണ മികച്ച വിജയം നേടിയ മണ്ഡലമാണ് പാലക്കാട്. മെട്രോമാൻ E ശ്രീധരനെ BJP ഇറക്കിയിട്ടും പാലക്കാട്ടെ വോട്ടർമാർ ഷാഫി പറമ്പിലിനെയാണ് ജയിപ്പിച്ചത്. ഷാഫി വടകര വഴി ലോക്സഭയിലേക്ക് പോയതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായതും ജയിച്ചതും. പുതിയ ആരോപണങ്ങളും കേസുകളുമാണ് രാഹുൽ മങ്കൂട്ടത്തിലിന് തിരിച്ചടിയായത്. തുടർന്ന് മറ്റ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തേടുകയായിരുന്നു. DCC അധ്യക്ഷൻ തങ്കപ്പന്റെ പേര് ചില നേതാക്കൾ മുന്നോട്ട് വെച്ചെങ്കിലും മണ്ഡലത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. തുടർന്നാണ് രമേശ് പിഷാരടിയുടെ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.